ബിഗ് ബോസ് സീസൺ 7 ഡേ 10 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ്. അപ്പോൾ ഫ്രിഡ്ജിൽ സാധനം കുത്തിക്കയറ്റുന്ന ടാസ്ക്, തെറ്റിദ്ധരിക്കണ്ട, സാധനങ്ങൾ കുത്തിക്കയറ്റുന്ന ടാസ്ക്. അപ്പം ടാസ്ക് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ വിവരിച്ചതാണ്, എന്നാലും ഒന്ന് പറയാം. നമ്മുടെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് പോകുന്ന 6 പേർക്കും വേണ്ടി അവർ സെലക്ട് ചെയ്ത 2 പേര് ഇറങ്ങി കളിക്കുന്ന ഒരു ടാസ്ക്കാണ്, ഒരു ഗെയിമാണ്. 6 ഫ്രിഡ്ജുകളുണ്ട്. അപ്പം ബിഗ് ബോസ് കുറച്ച് സാധനങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട്, ഫ്രിഡ്ജിൽ സാധനങ്ങൾ മാക്സിമം കുത്തിക്കയറ്റുക. ഓക്കെ, ഫ്രിഡ്ജിൽ സാധനങ്ങൾ കുത്തിക്കയറ്റുക. ഗെയിം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. കിട്ടുന്ന സാധനമെല്ലാം ചേട്ടന്മാരും ചേച്ചിമാരും കൂടെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കുത്തി അങ്ങ് കയറ്റി. ബിഗ് ബോസ് ഉൾട്ട ഗെയിം അങ്ങ് അടിച്ചു. നല്ല കനത്ത ഒരു പണി അങ്ങോട്ട് കൊടുത്തു. കാരണം കുട്ടികൾ കിട്ടിയ സാധനങ്ങളെല്ലാം അങ്ങ് കയറ്റി. അതായത് അവിടെ കിടന്ന ചീപ്പും കല്ലമ്മലും മറ്റേ മവാളയും മാലയും ചെരുപ്പും തൊപ്പി എല്ലാം എടുത്ത് അങ്ങ് കയറ്റി. കൂട്ടത്തിൽ കുറച്ച് പച്ചക്കറി, ഫ്രിഡ്ജിൽ നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കിട്ടിയ സാധനങ്ങളെല്ലാം കൂടെ ഞാൻ കുത്തിക്കയറ്റി കഴിഞ്ഞ് ബസറൊക്കെ ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് എന്താണ് പറഞ്ഞത് മക്കളെ? ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുക. ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുക എന്ന് പറയുന്നത്, ഫ്രിഡ്ജിനകത്ത് സാധാരണ നമ്മൾ എന്താണോ വെക്കുന്നത് അതൊക്കെ വെക്കുക, അല്ലാതെ കണ്ട ജീപ്പും കണ്ണാടിയൊക്കെ എടുത്ത് കയറ്റാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ എല്ലാം ഒന്ന് മേപ്പോട്ട് നോക്കി നിന്ന് പോയി. 2 മിനിറ്റ് കിട്ടിയല്ലോ മാമാ കപ്പ് എന്നായിരുന്നു പിള്ളേരുടെ ഒരു ചിന്ത. അപ്പൊ എന്താണെങ്കിലും നല്ല ഗെയിമായിരുന്നു. അപ്പം ആ ഒരു ഗെയിമിൽ 6 പോയിന്റ്സോട് കൂടി നമ്മുടെ ഒണീലിന്റെ ടീമായിട്ട് ഒണീൽ ജയിച്ചിട്ടുണ്ട്. ഒണീലിന് 6 പോയിന്റ് കിട്ടി. സെക്കൻഡ് എനിക്ക് തോന്നുന്നു രണ ഫാത്തിമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. രണ ഫാത്തിമയ്ക്ക് വേണ്ടി ഇറങ്ങിയ കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നത് എടുത്ത് വെച്ചത് കൊണ്ട് രണ ഫാത്തിമ സെക്കൻഡായി 5 പോയിന്റ് കൊണ്ട്. തേർഡ് വന്നത് നമ്മുടെ രേണുവാണ് 4 പോയിന്റുകളോട്. എനിക്ക് തോന്നുന്നു രേണുവിന് വേണ്ടി ഇറങ്ങിയത് ശൈത്യം ബിൻസിയാണ്. എന്തായാലും അവരൊക്കെ നന്നായിട്ട് കളിച്ചു. പിന്നെ ഫോർത്ത് ആയത് അനീഷാണ്. പിന്നെ സരിക വരുന്നു. പിന്നെ ശാരിക ചേച്ചിയാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ആയി പോയത്. ശാരിക ചേച്ചിക്ക് അതിൽ നല്ല വിഷമം വന്നിട്ടുണ്ട്. 1 പോയിന്റേ കിട്ടിയുള്ളൂ. അപ്പം മറ്റേ ഡാർക്ക് റൂമിൽ ഇനി ഒരു ടാസ്കും കൂടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശാരിക ചേച്ചി നമ്മുടെ ഡെഡ് സോണിൽ പോകും എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നാളത്തെ ഗെയിമും കൂടെ കഴിയുമ്പോൾ നമുക്ക് പറയാം. എന്നാലും ചേച്ചി പോകുമോ എന്നൊരു സംശയം എനിക്ക്. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ കഴിയുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും നമ്മുടെ ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തൊക്കെ വരുന്നു. നമ്മുടെ അനുമോള് സ്ഥിരം കുശുമ്പും മുന്നായ്മയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഷാനവാസിന്റെ അടുത്ത് ചെന്നിട്ട്, ഷാനവാസിക്ക ജിസയിലുണ്ടല്ലോ, ഇപ്പോഴും മേക്കപ്പ് ഇടുന്നുണ്ട് ഷാനവാസിക്ക ആണല്ലേ, എനിക്ക് കാണിച്ചു തരണം, ഞാൻ ബിഗ് ബോസിന് ഇത് കംപ്ലൈന്റ് ചെയ്യും എന്ന് ഷാനവാസിക്ക പറയുന്നുണ്ട്. അനുമോൾക്ക് ഇഷ്ടമല്ല. അതായത് അവർക്കൊന്നും മേക്കപ്പ് കിട്ടുന്നില്ല, ജിസയിൽ മാത്രം അടിച്ചു മാറ്റി വെച്ച് ഇടുന്നത് അനുമോൾക്ക് അങ്ങോട്ട് പൊളിയും. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും അത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ശാരിക നമ്മുടെ നൂറയുടെ പറയുന്നുണ്ട്, നൂറ നീയും ആദിലയും മതിയായിരുന്നു എനിക്ക് വേണ്ടി കളത്തിലിറങ്ങാൻ. ബിന്നിയാണ് ഇറങ്ങിയത്, നൂറയും ബിന്നിയും കൂടെയാണ് ഇറങ്ങിയത്. ബിന്നി പോരാ, ബിന്നി ഒരു അഗ്രസീവ് ക്യാരക്ടറാണ്, അവള് പോരാ. അതായത് നമ്മുടെ ശാരിക ചേച്ചി തന്നെയാണ് സെലക്ട് ചെയ്തത് ബിന്നിയെ. എന്നിട്ട് ഇപ്പം ശാരിക ചേച്ചി കാലിൽ മാറുന്നു. അതായത് ഒരു ഗെയിമിൽ ബിന്നിക്ക് ഈ ഗെയിമിൽ നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ല, കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്താണെങ്കിലും ശാരിക ചേച്ചി നന്നായിട്ട് കാര്യം ശാരിക ചേച്ചിക്ക് വിഷമം പരിപാടി. കാരണം ശാരിക ചേച്ചിക്ക് കിട്ടേണ്ട പോയിന്റ്. അപ്പൊ എന്തായാലും വിഷമം വരും. നല്ല വിഷമം വന്നപ്പോഴത്തേക്ക് ശാരിക ചേച്ചി ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. ബിന്നി അത് കേട്ടെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ മൂലയ്ക്ക് പോയിന്ന് മാറി കരയുന്നതൊക്കെ കാണാം. അപ്പനിച്ചേട്ടൻ പിന്നെ കണ്ടന്റ് മേക്കർ ആണല്ലോ. ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിയാൽ അവിടെ പോകുമല്ലോ. നേരെ ബിന്നിയെ പോയിമ്പോൾ മോളെ കുഴപ്പമൊന്നുമില്ല, പോട്ടെ, നീ നാളത്തെ ഗെയിമിൽ നന്നായിട്ട് കളിക്കുമെന്ന് പറ, എന്നിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എന്താണ് അവിടെ നടക്കുന്നത്. ഭക്ഷണത്തിന്റെ ചുറ്റുമിരുന്ന് കയ്യാങ്കളിയാ, അതാണ് അവിടെ നടക്കുന്നത്. അനീഷ് ചോറിട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ കുറച്ച് ചോറ് വെച്ച് അനീഷ് ഇടുന്നുള്ളൂ. അപ്പം അത് എല്ലാവർക്കും അങ്ങോട്ട്, പ്രത്യേകിച്ച് നെവിൻ പറഞ്ഞ്, എന്തിനാണ് നിങ്ങൾ കുറച്ച് കൂടുതലിട്, നമ്മൾ കഴിച്ചോളാം, എനിക്ക് വേണം, ഞാൻ കഴിക്കും. അതാടാ ഞാൻ കുറച്ചിടാം, 2 തവി ഇടാം, ബാക്കി നിങ്ങളെടുത്ത് കഴിച്ചോ. അനീഷ് പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അതായത് ഞാൻ കുറച്ച് വെച്ച് ഇട്ട് പോകാം, എല്ലാവർക്കും ഇട്ടങ്ങ് പോവാം, ലാസ്റ്റ് എന്നിട്ട് വേണ്ടവർ എടുത്ത് കഴിച്ചോ. അനീഷ് പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞതിനകത്ത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം നെവിനാണെങ്കിലും ബാക്കിയുള്ളവരും പറയുന്നത് ഇടുമ്പോൾ ഇട്ടിട്ടങ്ങ് പോ, ഞങ്ങൾ കഴിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ ഇടാൻ പറയുന്നത്, ചോറുണ്ടല്ലോ ഇട്. ഇതിന്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും തുപ്പലും അക്ബറും ഒക്കെ കയറി പിടിക്കുന്നുണ്ട്. ആകെ ഞാൻ കണ്ടത് അനുമോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അനീഷേട്ടൻ പറഞ്ഞ കറക്റ്റ് അല്ലേ, ആവശ്യത്തിന് കുറച്ച് വെച്ച് എല്ലാവർക്കും ഇട്ട് പോവുക, ആവശ്യമുള്ളവർ പോയി പിന്നെ എടുത്ത് കഴിച്ച കാര്യമുണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അനീഷ ചെയ്തതിനകത്ത് കാര്യമുണ്ട്. പക്ഷെ അനീഷ് അവിടെ അത് ഗെയിമിന് വേണ്ടി ചെയ്തതാണോ ഒരു വഴക്കുണ്ടാക്കാൻ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. എന്താണെങ്കിലും ആ ഒരു പരിപാടി അവിടെ കഴിയുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ്
കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അനുമോള് ശൈത്യോടിരുന്ന് പറയുന്നു, എടാ അനീഷേട്ടൻ എന്തായാലും പോകത്തില്ല കേട്ടോ, അനീഷേട്ടൻ പുറത്തൊന്നും പോകത്തില്ല, അനീഷേട്ടൻ ബിഗ് ബോസിൽ കാണും, അല്ലെങ്കിൽ ബിഗ് ബോസ് അനീഷേട്ടനെ വിടത്തില്ല എന്നൊരു സാധനം അനുമോള് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അനുമോൾക്കറിയാം അനീഷിനെ പുറത്ത് ആൾക്കാരെടുത്ത് തലയെ വെക്കുന്നുണ്ട്, അനീഷ് കയറി വരുന്നുണ്ടെന്ന് അനുമോൾക്കറിയാം. അതുകൊണ്ട് അനുമോള് അനീഷിന് ഇനി ഒരു ചെറിയ തോതിലുള്ള സപ്പോർട്ട് കൊടുക്കാനായിട്ട് നിൽക്കുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വഴക്കുണ്ടാവുന്നതും കാണുന്നുണ്ട്. കാരണം അടുത്തൊരു ടാസ്കിൻ്റെ ഒരു പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ പരിപാടി പൊട്ടുന്നുണ്ട്. അത് ഞാൻ പറയാം അതിന് മുമ്പായിട്ട്. അപ്പോൾ ഈ അനുമോൾ അനീഷ് ആ ഒരു സാധനം കഴിയുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് അക്ബറും അപ്പാനിയും കൂടെ ഇരിക്കുന്നതാണ്. അക്ബറും അപ്പാനിയും കൂടെ ഇരുന്നിട്ട് നമ്മുടെ ഒനിയില് ജിസയില് ഇവരെ തമ്മി ഒന്ന് കൂട്ടിമുട്ടിക്കാനുള്ള ഒരു പരിപാടി, ചുമ്മാ അവിടെ നിന്നുള്ള ഒരു സാധനം. ഇവർ രണ്ടുപേരും ഞാൻ കുറെ കമന്റ് ബോക്സിലൊക്കെ കണ്ടു, ഇവർ രണ്ടുപേരുമാണ് ബിഗ് ബോസിലെ കുടുംബശ്രീ യൂണിറ്റ് എന്നുള്ള സാധനം. കാരണം രണ്ടുപേരും നല്ല രീതിയിൽ ബാക്കിയുള്ളവരെ പറ്റി ഇരുന്ന് കുറ്റം പറയുന്ന രണ്ട് ഐറ്റങ്ങളാണ്. പിന്നെ ഒന്നിച്ചുള്ള ഒരു ഗെയിമും അവരുടെ ഒരു മുന്നോട്ടുള്ള പരിപാടിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഗെയിമിന്റെ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു നേരത്തെ കാണിച്ച ഒരു ടാസ്കിലാണെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആരും കാണാതെ ചെറിയ തോതിലുള്ള അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും അവരിപ്പോഴും കട്ടക്ക് മച്ചാന്മാരാണ്. അപ്പോൾ ഇതൊക്കെ കഴിയുന്നുണ്ട്. ഇതിന് ശേഷമാണ് നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ ഇരുത്തുന്നു. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു, അനീഷിനോട് പറയുന്നു, അനീഷ് നിനക്ക് വേണ്ടി ഗെയിം കളിച്ച രണ്ടുപേര് എങ്ങനെയുണ്ട്, നീ അവരെ പറ്റി പറയൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷിനോട് മാത്രമല്ല ബാക്കി എല്ലാ കണ്ടസ്റ്റന്റും 6 കണ്ടസ്റ്റന്റ്സും അവർക്ക് വേണ്ടി കളിച്ചവർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം പറയണമെന്നുള്ളൊരു പരിപാടിയാണ്. അപ്പം അതിൽ അനീഷ് നല്ല ഒന്നാന്തരമായിട്ട് അനീഷ് 2 ടാസ്ക് കഴിഞ്ഞു. ഈ 2 ടാസ്കിലും അനീഷ് അനുമോളോടും നമ്മുടെ അപ്പാനിയോടും ഓക്കെ നല്ല ഗെയിം, ഓക്കെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് അവരോട് വളരെ നന്നായിട്ട് നിന്നിട്ട് ഇവൻ ഈ ഒരു ടോപ്പിക് ഇതിനെപ്പറ്റി പറയൂ, നിങ്ങളെ സപ്പോർട്ട് ചെയ്തവർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം പറയാൻ പറഞ്ഞപ്പോൾ ഇവൻ നേരെ ഉൾട്ടയടിച്ചു, അപ്പാനിക്കിട്ട് കൊട്ടി. അനുമോള് വൈരാഗ്യത്തിന്റെ പേരിൽ അവൾ മനഃപൂർവ്വം എൻ്റെ ഗെയിം കുളമാക്കിയോ, അവൾ മനഃപൂർവ്വം ഗെയിമിൽ ഉഴപ്പിയോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ നമ്മുടെ അനീഷ് പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അനീഷിന്റെ വായിൽ നിന്ന് വീഴുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട വീഡിയോ കാണുന്ന ആളുകൾക്ക് പോലും അനീഷിനോടൊരു ചെറിയ ദേഷ്യം വരുന്നത് ഇങ്ങനെയുള്ള പരിപാടി കാണുമ്പോഴാണ്. കാരണം അവൻ തന്നെ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ കളിച്ചു എന്നൊക്കെ അവരോട് പറഞ്ഞിട്ട് ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പ്രകടനം എന്ന് ചോദിക്കുമ്പോൾ അവർ കൊള്ളത്തില്ല എന്ന് പറയുന്നത് അത്ര നല്ലൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ചിലപ്പം അത് ബുദ്ധിപൂർവ്വം കളിക്കുന്നതായിരിക്കാം. അതായത് അവൻ്റെ 2 ശത്രുക്കളെ അവന് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അവനെ ഇച്ചിരി കലിപ്പുള്ള 2 പേരെ അവൻ സെലക്ട് ചെയ്യുന്നു, അവന് ഗെയിം കളിക്കാൻ വേണ്ടി അവനെ ഇറക്കി വിടുന്നു. അവർ ഗെയിം കളിച്ചിട്ട് ഇച്ചിരി ഒന്ന് താന്നു പോയപ്പോഴത്തേക്ക് നിർത്തി 2നെയും ബിഗ് ബോസിന്റെ ഫ്രണ്ടിലിട്ട് പൊരിപ്പിക്കുന്ന ഒരു സീൻ. അത് ചിലപ്പം അവൻ്റെ ഒരു ഗെയിം ആയിരിക്കാം, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, അവൻ്റെ ഒരു ഗെയിം ആയിരിക്കാം. പക്ഷേ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എവിടെയെങ്കിലും നോക്കുകയാണെങ്കിൽ അവൻ കാണിക്കുന്ന ചന്തത്തരമാണ്. പിന്നെ ഗെയിമാണ്, ഒരു പരിധി കൂടുതൽ ഹ്യൂമാനിറ്റി ആ സാധനം വേണ്ട. പക്ഷെ എന്നാലും ഒരു നിലപാടില്ലാത്തവനായി പോകുന്നില്ലേ അനീഷ്, അതാണ് എൻ്റെ സംശയം. അല്ലെങ്കിൽ ആദ്യമേ ഇവരുടെ ആ ഒരു ടാസ്ക് 2 കഴിഞ്ഞപ്പോൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യുകയോ നല്ല ഗെയിം നിങ്ങൾ നന്നായിട്ട് കളിച്ചു എന്ന് പറയുകയോ ചെയ്യരുതായിരുന്നു. ഇത് അപ്പോൾ ഇവൻ അത് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് നേരെ ഉൾട്ടയടിക്കുന്നത് അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ ഒരു സാധനത്തിൽ അനീഷ് നല്ല പണി അവിടെ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ശാരികയുടെ കേസും ഇത് തന്നെയാണ്. ശാരികയാണ് പിന്നെ വരുന്നത്. ശാരിക വന്നിട്ട് ബിന്നി പോരാ, ബിന്നി എന്താണ് പ്രശ്നമായിരുന്നു, അവൾ എനിക്ക് നന്നായിട്ട് ഗെയിം കളിച്ചില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞു. അനീഷും അനുമോളും അപ്പാനിയും കൂടെയും ഇത് പറയുമ്പോൾ തന്നെ ഒരു വഴക്ക് പൊട്ടുന്നുണ്ട്. അതിനുശേഷം ശാരികയും ബിന്നി കളിക്കത്തില്ല കൊള്ളത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു പൊട്ടൽ പൊട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ട് മേളിയിരുന്ന ബിഗ് ബോസ് ഒരു കാര്യം തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യട്ടെ, അതായത് ഞാൻ നിങ്ങളെ എല്ലാവരെയും കൂടെ ഒന്ന് തരംതിരിക്കാം, ഇപ്പോഴത്തെ ടീമിനെ ഒന്ന് അഴിച്ചു പണിയാം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഒരു ബൗളിൽ പേരുകളൊക്കെ എഴുതിയിട്ട് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ടീം ഒന്ന് ചേഞ്ച് ആയിരിക്കുകയാണ്. ഇപ്പം രണ ഫാത്തിമയ്ക്ക് വേണ്ടി ഇനി കളിക്കാൻ അടുത്ത ടാസ്കിൽ ഇറങ്ങാൻ പോകുന്നത് ബിന്നിയും ശരത്തും കൂടെയാണ്. സരികയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നത് അക്ബർ അനുമോൾ, രേണുവിന് വേണ്ടി ഷാനവാസും നെവിനുമാണ് ഇറങ്ങുന്നത്. ശാരികയ്ക്ക് വേണ്ടി ബിൻസിയും അബിയാണ് ഇറങ്ങുന്നത്. സാബു നമ്മുടെ ഒനീലിന് വേണ്ടിയിട്ട് ജിസയിലും ആര്യനുമാണ് ഇറങ്ങുന്നത്. അനീഷിന് വേണ്ടിയിട്ട് ആദില, നോറ, ശൈത്യ ഇവരാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ലൈവിൽ കണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ടാസ്ക് നാളെ ആയിരിക്കും. എന്നിട്ട് നാളെ വൈകിട്ട് 2 പേരെ നമ്മുടെ തട്ടാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മിക്കവാറും നാളെ ആയിരിക്കും അത്, ഇല്ലെങ്കിൽ മറ്റന്നാൾ. ഈ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും 2 പേരെ പുറത്തേക്ക് തട്ടുമെന്ന് തോന്നുന്നില്ല, ഒരു സേഫ് ഏരിയയിലേക്ക് മാറ്റും. അതിനുള്ള ചാൻസസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഇതാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത്. അനുമോള് ഗെയിം കൊള്ളാം, അനീഷിനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത്. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അപ്പാനി അനുമോള്
നമ്മുടെ അനീഷ് ഒരു കളിക്കത്തില്ല എന്ന് പറഞ്ഞ സമയത്ത് നല്ല രീതിയിലൊരു വഴക്ക് നടക്കുന്നുണ്ട്. അനുമോൾ ഇൻ ദ സെൻസ് അനുമോൾ പറയുന്നത് ഇയാൾ ഒരു അങ്ങനത്തെ ഒരുത്തനാണ്, മറ്റേതാണ്, ഒരു നന്ദി ഇല്ലാത്തവനാണ്, അതാണ് ഇതാണ് പറയുന്നതിനകത്ത് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പൊടിക്ക്. പക്ഷെ അത് ഗെയിമിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അനീഷിന്റെ ഗെയിമാണോ അത്? രണ്ട് ശത്രുക്കളെ പിടിച്ചിറക്കിയിട്ട് അവര്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് അവൻ്റെ ഒരു ഗെയിം ആണോ എന്നുള്ളൊരു സംശയമല്ല, അത് അനീഷിന്റെ ഗെയിം ആയിരിക്കാം. അത് ഗെയിം ആണെങ്കിൽ ഓക്കെ, അതല്ലാതെ അനീഷ് ഒരു നിലപാടില്ലാത്തവനായി മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയണേ പ്രിയപ്പെട്ടവരെ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.